ഓം നമോ നാരായണായ. ശ്രീമന്നാരായണീയം ദശകം 11 8 ശ്ലോകമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. 9ാമത്തെ ശ്ലോകത്തിൽ അങ്ങനെ ഭഗവാൻ യജമാനനായിട്ടുള്ള ഈ ലോകത്തെ നശിപ്പിക്കാനും സജ്ജനങ്ങളെ പീഡിപ്പിക്കാനും ആയിട്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിച്ചു എന്ന് പറഞ്ഞു. ഹിരണ്യകശിപുവാണ് ജ്യേഷ്ഠനെങ്കിലും അദ്ദേഹത്തിൻ്റെ കാര്യം പിന്നീടാണ് ദശകം 24-25 പറയണത്. ഇവിടെ നമുക്ക് സംശയം തോന്നുന്ന ഒരു കാര്യം, ഇത് വരാഹ അവതാരത്തിലേക്കുള്ള ഒരു തുടക്കമാണ്. എന്തുകൊണ്ടാണ് വരാഹാവതാരം ആദ്യം പറയണേ? മത്സ്യവും കൂർമ്മവും കഴിഞ്ഞിട്ടല്ലേ വരാഹാവതാരം എന്ന് പലർക്കും സംശയം. അപ്പം ഭാഗവതത്തിൻ്റെ ചുരുക്കല്ലേ നാരായണീയം, സംഗ്രഹമാണല്ലോ. ഭാഗവതത്തിൽ അങ്ങനെയാണ്, അതുകൊണ്ട് തന്നെ നാരായണീയത്തിലും അങ്ങനെയാണ്. ഭാഗവതം എന്ന് പറയുന്നത് പരീക്ഷിത് മഹാരാജാവിൻ്റെ ചോദ്യങ്ങൾക്ക് ശ്രീ ശുകദേവൻ മറുപടി പറയണതാണ്. അപ്പോൾ എന്താണോ ചോദ്യം അതിനനുസരിച്ചായിരിക്കുമല്ലോ മറുപടി. അതിനേക്കാളും അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഒന്നും പറയില്ല, ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടിയാണ്. അപ്പോൾ എങ്ങനെയാണ് സൃഷ്ടി വർദ്ധിച്ചത്, എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പറയുമ്പോഴാണ് അവിടെ ആദ്യം പറയേണ്ടത് വരാഹാവതാരമാണ്. അതുകൊണ്ട് വരാഹാവതാരത്തിനെ ആദ്യം പറയണമെന്നേ ഉള്ളൂ. വാസ്തവത്തിൽ മത്സ്യം കൂർമ്മം കഴിഞ്ഞിട്ട് തന്നെയാണ് വരാഹാവതാരം. ചിലർക്ക് സംശയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ജനിച്ചു. ഹിരണ്യകശിപുവാണ് ജ്യേഷ്ഠൻ. അദ്ദേഹം തപസ്സിന് പോവുകയാണ് ചെയ്തത്. ഹിരണ്യാക്ഷൻ എന്ത് വിചാരിച്ചു? എനിക്ക് തപസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് നല്ല ശക്തിയുണ്ട്, എൻ്റെ ശക്തിയും ബലവും ഒക്കെ ഉപയോഗിച്ച് ഞാനും ജ്യേഷ്ഠനും കൂടിയിട്ട് ഈ ലോകം 14 ലോകവും സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഹിരണ്യാക്ഷൻ്റെ കഥയിലേക്ക് തിരിയാണ്. അഹങ്കാരിയാണ്, അതിശക്തനാണ്. യുദ്ധക്കലി മൂത്തിട്ട് തനിക്ക് പോന്ന ഒരു എതിരാളിയെ കിട്ടാൻ ഗദയും ചുഴറ്റി 4 ദിക്ക് എല്ലാ സ്ഥലത്തേക്കും ഇങ്ങനെ നടക്കാൻ തുടങ്ങാണ്. എല്ലാവരെയും യുദ്ധത്തിന് വിളിക്കും. ഇദ്ദേഹത്തിൻ്റെ ആ രൂപം കണ്ടാൽ തന്നെ ആളുകൾ പറയും ഞങ്ങളില്ല യുദ്ധത്തിനേന്ന്. അങ്ങനെ സകലതും തൻ്റേതായി താനാണ് നേതാവ് എന്ന് വിചാരിച്ച് നടക്കുകയാണ്. പക്ഷേ യുദ്ധം ചെയ്യാൻ ആരും തയ്യാറാവണില്ല. ഇദ്ദേഹത്തിനാണ് യുദ്ധക്കൊതി മൂത്തിട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഭൂമിയിലൊന്നും ശത്രുവിനെ കിട്ടാതെ സ്വർഗത്തിൽ പോയി നോക്കി. അവിടെയും ദേവേന്ദ്രൻ പോയി ഒളിച്ചു. അങ്ങനെ വരുണനെ ഇനി പോരിൽ വിളിക്കാം എന്ന് വിചാരിച്ചിട്ട് ദിക്പാലനായിട്ടുള്ള വരുണനെ കാണാനായി സമുദ്രത്തിലേക്ക് ചാടി. വരുണൻ്റെ രാജധാനിയുടെ പേര് വിഭാവരി എന്നാണ്. ഇതൊക്കെ ഭാഗവതത്തിലെ ഭാഗമാണ് കേട്ടോ. അങ്ങനെ വിഭാവരിയിൽ ചെന്ന് വരുണനെ പോരിന് വിളിച്ചു, വല്ലാതെ പരിഹസിച്ചു. അപ്പോൾ വരുണൻ ദേഷ്യപ്പെടുകയോ അതിന് മറുപടി പറയുകയോ ഒന്നും ചെയ്തില്ല. ഈ പരിഹസിച്ചതിനെ എതിർക്കാനൊന്നും പോയില്ല. വരുണൻ പറഞ്ഞു, ഞാനിപ്പോൾ യുദ്ധമൊന്നും ചെയ്യാറില്ല, ഞാൻ യുദ്ധത്തിൽ നിന്നൊക്കെ പിന്മാറി സ്വസ്ഥമായിട്ടിരിക്കുകയാണ്. എന്നാൽ തനിക്ക് പറ്റിയ ഒരു എതിരാളിയെ ഞാൻ പറഞ്ഞു തരാം. അത് ഭഗവാൻ വിഷ്ണുവാണ്. അദ്ദേഹം നിന്നെ തോൽപ്പിക്കും, നിലംപരിശാക്കും എന്ന് പറഞ്ഞു. അപ്പോൾ വിഷ്ണു ഭഗവാൻ വേഗം വരട്ടെ, അപ്പോൾ എനിക്ക് വേഗം യുദ്ധം ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് വിഷ്ണു പത്നിയായിട്ടുള്ള ഭൂമിദേവിയെ വെള്ളത്തിൽ മുക്കി ഒളിപ്പിച്ചു വെച്ചു. തൻ്റെ പ്രിയപത്നിയെ തട്ടിക്കൊണ്ടുപോയാൽ ഭർത്താവ് അന്വേഷിച്ചു വരുമല്ലോ എന്ന് കരുതിയിട്ട് ബുദ്ധിപൂർവ്വം ചെയ്തതാണ് ഭാര്യയെ ഒളിപ്പിച്ചു വെച്ച കാര്യം. ഭഗവാന്റെ ശക്തി അറിഞ്ഞുകൂടാ, സ്വന്തം നാശത്തെക്കുറിച്ച് ചിന്തിക്കാനുള്ള വിവേകവുമില്ല. അങ്ങനെ ഭാഗവതത്തിൽ പറയണത് വലിയൊരു പൂമാല ഇട്ടിട്ടുണ്ടാവും എപ്പോഴും. ഭയങ്കരമായിട്ടുള്ള 2 ചെലമ്പ് കെട്ടിയിട്ടുണ്ട് കാലിൽ. അട്ടഹസിച്ചുകൊണ്ടാണ് നടക്കുക. ഭീമാകാരമായിട്ടുള്ള ഒരു ഗദയും തോളിൽ വെച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ശ്ലോകം നോക്കാം. 9ാമത്തെ ശ്ലോകം. തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവൻ അനവാപ്തവൈരീ ഭവത്പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ ചചാര ഗർവാദ് വിനദൻ ഗദാവാൻ. വാക്കുകളുടെ അർത്ഥം നോക്കാം. തയോർ അവരിൽ,
ആരില്ല, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും എന്ന 2 പേരിൽ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്ര, ഹിരണ്യാക്ഷൻ എന്ന മഹാസുരേന്ദ്രൻ അസുരപ്രമാണി, രണായ ധാവൻ യുദ്ധം വേണം, യുദ്ധത്തിന് കൊതിയായിക്കൊണ്ട്, ധാവൻ എന്ന് പറഞ്ഞാൽ ഓടി നടന്ന് പാഞ്ഞു നടന്ന്, അനവാപ്ത വൈരി കുറേ വൈരിയെ അന്വേഷിച്ചുവെങ്കിലും ആരെയും കിട്ടിയില്ല. അനവാപ്തം ലഭിക്കാതായി, വൈരി ശത്രുവിനെ കിട്ടിയില്ല. അപ്പം ഇനി എന്താ ചെയ്യുക, വരുണനെ പോയി പിടിക്കാം എന്ന് വിചാരിച്ചിട്ട് സമുദ്രത്തിലേക്ക് എടുത്തു ചാടി. അതാണ് പിന്നത്തെ 2 വരി. ഭവത് പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ, പോണ വഴിക്ക് ഭൂമിദേവിയെയും എടുത്തിട്ടാണ് വെള്ളത്തിലേക്ക് ചാടിയത്. ഭൂമിദേവിയെ വെള്ളത്തിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ടോ ഭവത് പ്രിയാം ക്ഷ്മാം, ഭഗവാനെ ഗുരുവായൂരപ്പ അവിടത്തെ പ്രിയപത്നിയായിട്ടുള്ള ഭൂമിദേവിയെ, എപ്പോഴും പറയുമല്ലോ വിഷ്ണുവിന് 2 പത്നി, ഭൂമിദേവിയും ലക്ഷ്മീദേവിയും. ഈ ആറാട്ടുപുഴ പൂരത്തിനൊക്കെ ശ്രീരാമൻ ഭഗവാൻ എഴുന്നള്ളുമ്പോൾ ഒരു ഭാഗത്ത് ഭൂമിദേവിയും മറുഭാഗത്ത് ലക്ഷ്മീദേവിയാണ് ഉണ്ടാവുക, ഭഗവാന്റെ പത്നിമാർ. അങ്ങനെ ഭഗവാന്റെ പ്രിയ പത്നിയായിട്ടുള്ള ക്ഷ്മാം എന്ന് പറഞ്ഞ ഭൂമിദേവിയെ, ഭാരതക്ഷ്മാദേവിയുടെ എന്ന് പറയില്ലേ, ക്ഷ്മ എന്ന് പേര് വരാൻ തന്നെ കാരണം ക്ഷമയോടുകൂടി സർവ്വതും സഹിക്കുന്ന ആളാണ് ഭൂമിദേവി. അങ്ങനെയുള്ള ആ ഭൂമിദേവിയെ സലിലേ നിമജ്യ, സലിലം വെള്ളത്തിൽ മുക്കി താഴ്ത്തി, ചചാര ഗർവാദ് വിനദൻ ഗതാവാൻ, ചചാര അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു, ഗർവാൻ വലിയ അഹങ്കാരിയായിട്ട്, വിനദൻ എപ്പോഴും ഇങ്ങനെ അലറിക്കൊണ്ട്, നാദം എന്ന് പറഞ്ഞാൽ ശബ്ദം, വിനദൻ ഉറക്ക അലറിക്കൊണ്ട്, ഗതാവാൻ ഗതയും ചുഴറ്റി അങ്ങനെ നടന്നു ഈ ഹിരണ്യാക്ഷൻ. തയോർ അവരിൽ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ, ഹിരണ്യാക്ഷൻ എന്ന അസുരന്മാരിൽ പ്രമാണിയായവൻ, രണായ യുദ്ധത്തിനു വേണ്ടി, ധാവൻ ഓടി നടന്നു, അനവാപ്ത വൈരി എന്നാൽ യോജിച്ച ഒരു വൈരിയെ, ശത്രുവിനെ അനവാപ്തം ലഭിച്ചില്ല. അപ്പോൾ ഭവത് പ്രിയാം ക്ഷ്മാം, ഭഗവാനെ ഗുരുവായൂരപ്പ അങ്ങയുടെ പ്രിയ പത്നിയായിട്ടുള്ള ഭൂമിദേവിയെ സലിലേ നിമജ്യ, സമുദ്രത്തിൽ വെള്ളത്തിൽ മുക്കി താഴ്ത്തി, ചചാര ഗർവാദ് വിനദൻ ഗതാവാൻ, എന്നിട്ട് ഗതയും ചുഴറ്റി, വിഷ്ണു വരുമോയെന്ന് അറിയട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഗർവത്തോടുകൂടി അട്ടഹസിച്ചുകൊണ്ട് നടന്നു എന്നാണ്. ശ്ലോകം ഒന്നുകൂടി വായിക്കാം. തയോർ ഹിരണ്യാക്ഷ മഹാസുരേന്ദ്രോ രണായ ധാവൻ അനവാപ്ത വൈരി, ഭവത് പ്രിയാം ക്ഷ്മാം സലിലേ നിമജ്യ, ചചാര ഗർവാദ് വിനദൻ ഗതാവാൻ. ഈ ദശകത്തിൽ ഒരു ശ്ലോകം കൂടിയാണുള്ളത്, അത് നാളെ പറയാം. ഓം തത്സത്. സർവം കൃഷ്ണാർപ്പണമസ്തു.